ഞാൻ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യുന്നതും എന്നാൽ അതിനനുസരിച്ച് മെസ്സപ്പ് ആവുന്നതുമായ ഒരു പ്ലേസ് ആണ് കേട്ടോ കിച്ചൺ. തിരക്ക് പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ പറയാൻ വേണ്ട, ആന കരിമ്പിൻ കാട്ടിൽ കയറിയ ഒരു അവസ്ഥയായിരിക്കും. ഞാനിപ്പോ ഇവിടെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചേ. തലേ ദിവസത്തെ ചോറുള്ളത് അങ്ങ് തിളപ്പിച്ചൂറ്റി. ഇന്നലെ ചിക്കൻ വറുത്തതിന്റെ കുറച്ച് എണ്ണ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി വെച്ചേ. എന്നിട്ട് ഞാൻ ആ ചട്ടി കൈയോടെ കഴുകാനായിട്ട് അങ്ങ് ഇട്ടു. ചോറ് തിളപ്പിച്ച അടുപ്പാണെന്ന് പോലും ചിന്തിക്കാണ്ട് വന്ന് കൈ കൊണ്ട് അങ്ങ് തൊട്ട് എന്റെ കൈ അങ്ങ് പൊള്ളി കേട്ടോ. ഈ ഒരു ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്. ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെയാണ് ഇതിന്റെ കാര്യം ആലോചിക്കുന്നത്. ഓർത്തോടി വരുമ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വീണ് ഇവിടെ മുഴുവനും കരിഞ്ഞുണങ്ങി ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ മുഴുവൻ അങ്ങ് തേച്ചൊരച്ച് കഴുകി. കിച്ചൺ ടോപ്പും അങ്ങനെ തന്നെ നന്നായിട്ട് തേച്ചൊരച്ചങ്ങ് കഴുകിയേ. ഈ ഒരു ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ ക്ലീനിങ്ങിന്റെ ഓൾമോസ്റ്റ് ഒരു പാർട്ട് അങ്ങ് തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പാടാണ് കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ആഹാ, എന്താ ഒരു ഭംഗിയല്ലേ. ഒരു പാല് തിളച്ച് ചാടിയാൽ മതി, വീണ്ടും പഴയ കോലത്തിലേക്ക് ആയിക്കോളും. ഞാൻ പണ്ടേ മരം കയറി ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു കയറി ഓരോന്നൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ മടിയൊന്നുമില്ല. 2-3 ദിവസമായിട്ട് ഞാൻ നോട്ടം വിട്ട് വെച്ചേക്കുമായിരുന്നു ആ വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ എന്ന്. അങ്ങനെ ചോറൊക്കെ പുതിയ ചോറ് തിളപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചേ. വില വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പൊ ഞാൻ മിയാവ് ക്യാറ്റിന്റെ ഗ്രേവിയും ചോറും കൂടെ മിക്സ് ചെയ്ത് അവനങ്ങ് കഴിക്കാനായിട്ട് കൊടുത്തേ. പിന്നെ എനിക്ക് ഈ കിച്ചൺ ടോപ്പില് ഒരുപാട് സാധനങ്ങളൊന്നും നിരത്തി വെക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എല്ലാം ഈ ഒരു സ്റ്റോറേജ് ഏരിയയിൽ അങ്ങ് കയറ്റി വെക്കുവേ. എന്നിട്ട് മാക്സിമം അവിടെ പ്ലെയിൻ ആയിട്ട് ഇടാനായിട്ട് നോക്കും. അങ്ങനെ ാണ് എനിക്ക് അവിടെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നിറഞ്ഞിരുന്നാൽ എനിക്കൊരു ടൈപ്പ് മെസ്സപ്പ് ഫീൽ അങ്ങ് തോന്നി തുടങ്ങുവേ. ഞാൻ പിന്നെ നമ്മുടെ ഈ സ്പൂണൊക്കെ വെക്കുന്ന ട്രേയും കൂടെ അങ്ങ് ക്ലീൻ ചെയ്തു. ഇവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലിയായിട്ടുള്ള തീപ്പെട്ടിയുടെ കവറൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ അങ്ങ് നീക്കി കളഞ്ഞിട്ട് ട്രേ എടുത്ത് നന്നായിട്ട് കഴുകി എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് സ്പൂണൊക്കെ വീണ്ടും അതേപോലെ തന്നെ അടുക്കി അങ്ങ് വെച്ചു. ഇപ്പൊ കാണാനൊരു വൃത്തിയും മെനയൊക്കെ ആയി. അപ്പോഴേക്കും അരി ഇടാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ കഴുകിയിട്ടു. ഇനി അത് അവിടെ കിടന്നങ്ങ് തിളക്കട്ടെ. ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം കിച്ചൺ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് കിച്ചണിൽ വെച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ കിച്ചണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സമാധാനം. ഇത്രയും നേരം ഒരു വീർപ്പുമുട്ടലായിരുന്നു, അതങ്ങ് മാറിക്കിട്ടി.